ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്നെഴുതിയത് കവി വീരാൻകുട്ടി മാഷാണ്. പ്രത്യക്ഷത്തിൽ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് സാരം. എന്നാൽ മണ്ണിനടിയിൽ വേരുകൾ ആരും കാണാതെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് മരത്തെ കരുത്തരാക്കുന്നു. വേരു മറക്കരുത് എന്ന് പഴമക്കാർ പറയുന്നത് ഇതുകൊണ്ടാവണം. അയൽക്കാരായ രണ്ടുപേരുടെ കഥയുണ്ട്. ഒരാൾ റിട്ടയർഡ് അധ്യാപകനും മറ്റൊരാൾ ഇൻഷുറൻസ് ഏജന്റുമാണ്. രണ്ടുപേർക്കും വീടിനോട് ചേർന്ന് പൂന്തോട്ടമുണ്ട്. റിട്ടയർഡ് അധ്യാപകൻ ചെടികൾക്ക് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് സ്വാഭാവിക വളർച്ച കിട്ടുന്ന രീതിയിൽ പരിപാലിച്ചു പോന്നു. മറ്റൊരാളാകട്ടെ കിട്ടാവുന്ന എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും വളവും നൽകി പരിപാലിച്ചു. റിട്ടയർഡ് അധ്യാപകന്റെ ചെടികൾ കാഴ്ചയിൽ വളരെ സിമ്പിളായി വളർന്നു. ആരോഗ്യത്തോടെ തന്നെ. അധികം പുഷ്ടിയില്ല എന്നേയുള്ളൂ. എന്നാൽ മറുവശത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ ചെടികൾ നല്ല പച്ചപ്പോടെ പുഷ്ടിയോടെ കാണപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു രാത്രി കനത്ത മഴ പെയ്തു. സാമാന്യം ഭേദപ്പെട്ട കാറ്റുവീശി. പിറ്റേന്ന് കാലത്ത് പൂന്തോട്ടത്തിലെ കാഴ്ച കണ്ട് ഇൻഷുറൻസ് ഏജന്റിന് സങ്കടം വന്നു. വളരെ സൂക്ഷ്മമായി പരിപാലിച്ച ചെടികൾ കടപുഴകി വീണുകിടക്കുന്നു. മണ്ണിൽ നിന്ന് വേർപെട്ട ചെടികൾ. റിട്ടയർഡ് അധ്യാപകന്റെ ചെടികളാകട്ടെ കാറ്റത്ത് ആടി ഉലഞ്ഞതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒന്നും വേരറ്റു പോയിരുന്നില്ല. ഇൻഷുറൻസ് ഏജന്റ് ചോദിച്ചു, നമ്മൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ ചെടികളൊക്കെ വച്ചു പിടിപ്പിച്ചത്. ഒരു വേള താങ്കളെക്കാൾ നന്നായി ഞാനെന്റെ ചെടികളെ പരിപാലിക്കുകയും ചെയ്തു. എന്നിട്ടും എന്റെ ചെടികൾ വേരറ്റു കിടക്കുന്നു. താങ്കളുടെ ചെടികൾ നോക്കൂ, മണ്ണിൽ തന്നെ അവ ഉറച്ചു നിൽക്കുന്നു. റിട്ടയർഡ് അധ്യാപകൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ശരിയാണ്, താങ്കൾ ചെടികൾക്ക് കൂടുതൽ വെള്ളവും വളവും നൽകി അവ പുഷ്ടിയോടെ വളർന്നു. എന്നാൽ അവയുടെ വേരുകൾക്ക് മണ്ണിൽ ആഴ്ന്നിറങ്ങി വെള്ളമോ വളമോ തേടേണ്ടി വന്നില്ല. മറുവശത്ത് ഞാനോ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. അവയുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി കൂടുതൽ വെള്ളവും വളവും അന്വേഷിച്ചു. അങ്ങനെ വേരുകൾ മണ്ണിനടിയിലേക്ക് കൂടുതൽ പടർന്നിറങ്ങി. മണ്ണുമായി ഗാഢമായൊരു ബന്ധം അവ നിലനിർത്തി. അതവയെ ചെറുകാറ്റിലോ മഴയിലോ കടപുഴകാതെ സംരക്ഷിച്ചു. ചെടിയും അവയുടെ വേരും മണ്ണുമായുള്ള ബന്ധവുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ബാധകമാണ് എന്ന് സാമാന്യ യുക്തിയുള്ളവർക്ക് ഈ കഥ കേട്ടാൽ മനസ്സിലാകും. മറന്നുകൊണ്ടുള്ള ഓട്ടം അസ്തിത്വം തന്നെ ഇല്ലാതാക്കലാണ്. UAE 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി വർഷമായി പ്രഖ്യാപിച്ചതുപോലും വേരുകൾ മറക്കരുത് എന്ന് പുതുതലമുറയെ ഓർമ്മിപ്പിക്കാനാണ്. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന പ്രമേയത്തിൽ കൈകോർത്ത് സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയ്ക്ക് യത്നിക്കാമെന്ന്. സാംസ്കാരിക പൈതൃകം സംരക്ഷിച്ചും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും എല്ലാ വിഭാഗങ്ങളുടെയും ഐക്യവും മുന്നേറ്റവും ലക്ഷ്യമിടുന്നു സമൂഹവർഷം. വ്യക്തിയും കുടുംബവും തമ്മിലുള്ള ഐക്യം, കുടുംബവും സമൂഹവും തമ്മിലുള്ള ഐക്യം, ഇതാണ് നാടിന്റെ വളർച്ചയ്ക്ക് പ്രധാനം. വേരുകളില്ലാത്തവന്റെ പലായനങ്ങൾ നമ്മൾ എത്രയോ കണ്ടു, എത്രയോ കാണുന്നു. വേരുകൾ നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായ ആലംബഹീനരായ മനുഷ്യരെ നമ്മളിപ്പോഴും കാണുന്നില്ലേ? അതുകൊണ്ട് വേരുകൾ മറക്കരുത്. അത് എത്ര ചെറുതാണെങ്കിലും അതിനെ അവഗണിക്കരുത്. വീരാൻകുട്ടി മാഷിന്റെ തന്നെ ചെറുതിന്റെ പ്രയോജനം എന്നൊരു കവിത കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ചെറുവിരൽ എന്തിനെന്ന് തോന്നും, അതുകൊണ്ട് എന്ത് പ്രയോജനം? അങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. പിന്നീട് അവസാനിക്കുന്നത്, എങ്കിലും അതിനും കാണും ചെറിയ ചില പ്രയോജനങ്ങൾ, ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാനാവുന്നത്.